Hi friends, welcome to my YouTube channel Jimble Hub. അപ്പോൾ ഇപ്രാവശ്യത്തെ നമ്മുടെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ് ഇപ്രാവശ്യം നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഈന്തപ്പഴ അച്ചാറാണ് ഇപ്രാവശ്യം നമ്മൾ ഉണ്ടാക്കുന്നത്. പൊതുവെ മധുരം ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു അച്ചാർ തന്നെയായിരിക്കും ഈന്തപ്പഴ അച്ചാർ. നല്ല മധുരവും പുളി എരിവൊക്കെ ആയിട്ട് മിക്സായിട്ട് നല്ല ടേസ്റ്റുള്ള അച്ചാറാണ്. അപ്പോൾ അതിനുവേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം വേണ്ടത് ഈന്തപ്പഴമാണ്. ഈന്തപ്പഴം 250 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ പാക്കറ്റിൽ മേടിച്ചതാണ്. പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില തുടങ്ങിയതാണ്. പച്ചമുളക് ഒരു 4 എണ്ണം എടുക്കുക, ഇഞ്ചി ഒരു കഷ്ണം, വെളുത്തുള്ളി ഒരു 2 തുടം, കറിവേപ്പില 2 തണ്ട്. നമ്മളിതിനകത്ത് 5 കറിപ്പൊടികളാണ് ചേർക്കുന്നത്. മുളക് പൊടി 1 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 1.5 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉലുവാപ്പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ. ഇത്രയും കറിപ്പൊടികളാണ് വേണ്ടത്. ഇനി വേണ്ടത് 1/2 ഗ്ലാസ് വിനാഗിരിയാണ്. ഇനി ഈന്തപ്പഴച്ചാറ് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാൻ ആദ്യം ഒരു ചീനച്ചട്ടി ചൂടാക്കി അതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനൊരു 2 തവി വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് കടുകിട്ട് കൊടുക്കുക. കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഈ 4 എണ്ണം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് വഴണ്ട് കിട്ടുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എല്ലാം നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഉലുവാപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, മുളക് പൊടി. അങ്ങനെ നമ്മളെല്ലാ കറിപ്പൊടികളും ചേർത്തു. കാശ്മീരി മുളക് പൊടി ഇടുന്നില്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടാൽ മതി. ഈ പൊടിയൊക്കെ ഒന്ന് മൂക്കുന്നവരെ കുറച്ച് നേരം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1/2 ഗ്ലാസ് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഒന്നര ഗ്ലാസ് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ 2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പം കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈന്തപ്പഴം ഇട്ട് കൊടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് തിളയ്ക്കാൻ അനുവദിക്കുക. ഈന്തപ്പഴമൊക്കെ ഒന്ന് വേകുന്നവരെ കാത്തിരിക്കുക. അപ്പോൾ നമ്മുടെ അച്ചാർ ഏതാണ്ട് ആയിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. വെറും 10-20 മിനിറ്റ് കൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് ഈന്തപ്പഴ അച്ചാർ. ഇതിനകത്തേക്ക് നമ്മൾ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് ഒരു പ്രത്യേക ടേസ്റ്റിന്.
എല്ലാവരും നിങ്ങളത് പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തുടർന്നുള്ള എൻ്റെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.